ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു വന്നാൽ നൂറുകണക്കിനുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുന്നുണ്ടോ? ആ സമയം ലാഭിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ എഡിറ്റിംഗ് വർക്ക് ഫ്ലോയെ മാറ്റിമറിക്കുന്ന വിപ്ലവകരമായ ഒരു AI ടൂളിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് വിഷ്ണു സാഗർ. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവോട്ടോ AI എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഇത് പ്രധാനമായും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർമാർക്കുള്ളതാണ്. ഒരുപാട് ഫോട്ടോസ് ഒരേ സമയം എഡിറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഫോട്ടോഷോപ്പിലെ ലൈറ്റ് റൂമിലും മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന സ്കിൻ റീടച്ചിങ്, കളർ ഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഇവോട്ടോ AI വഴി ഒരു ക്ലിക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് നേരെ ഇവോട്ടോ AI ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇവോട്ടോ AIയുടെ ഒരു ഇൻ്റർഫേസ്. ഇവിടെയാണ് ലൈബ്രറി സെക്ഷൻ ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട്, അപ്പം ഞാൻ പ്രൊജക്റ്റിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫോട്ടോസ് ആഡ് ചെയ്യാം. ലൈറ്റ് റൂമിനോട് സാമ്യമുള്ളൊരു ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുവിധം സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എക്സ്പോഷർ കൂട്ടാൻ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് കൂട്ടാം, ഹൈലൈറ്റ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഈ ഫോട്ടോൻ്റെ എല്ലാ കാര്യങ്ങളിലും ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം കാര്യങ്ങൾ ചെയ്യണില്ല. ഞാൻ വേറൊരു ഫോട്ടോയിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണിച്ചുതരാം. നമുക്കിപ്പോൾ ഈ ഫോട്ടോയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് ഫ്ലൈ അവേസ് ഇവിടെ കാണാനുണ്ട്, പിന്നെ കുറച്ച് കുരുക്കളും, പിന്നെ അണ്ടർ ഐയിലൊക്കെ കുറച്ച് റിങ്കിൾസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെ ഇത് പ്രൊഫഷണലി നമുക്ക് റീടച്ച് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഞാനതിൽ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് പോർട്രേറ്റ് ടാബിലേക്ക് പോവാം. ഇവിടെ കാണുന്ന ഈ കുറച്ച് ബ്ലെമിഷസ് ഒക്കെ ഇപ്പോൾ കാണാനില്ലേ, അതൊക്കെ എങ്ങനെയാ നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രെക്കൽസ് ആൻഡ് ആക്നെ ഒരു 100% ഒന്ന് കൊടുത്തു നോക്കാം. ഡിഫറൻസ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊടുത്തത്. കണ്ടില്ലേ, ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. വിത്തിൻ സെക്കൻഡ്സ് തന്നെ അത് പോയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഒരല്പം ഡാർക്ക് സർക്കിൾസ് ഇവിടെ കണ്ടില്ലേ, അത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഐ ബാഗ്സ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കുറയ്ക്കാം. പക്ഷെ ഞാൻ അധികം ഐ ബാഗ്സിൽ കളിക്കാറില്ല. ഐ ബാഗ്സ് ഭയങ്കരമായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ മുഖച്ചായ തന്നെ മാറുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫ്ലേക്സ് പോലെ കാണുന്നുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇത് ഡ്രാഗ് ചെയ്താൽ മതി. 100% വിത്തിൻ സെക്കൻഡ്സ് തന്നെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ 100% കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 50 പിടിച്ചോണ്ട് ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഡബിൾ ചിൻ ഇങ്ങനെ കൊടുത്താൽ മതി. ഒരല്പം ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു ജോ ലൈനൊക്കെ ഒന്ന് ഡിഫൈൻ ആയ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫോർഹെഡ് റിങ്കിൾസ് ആണ്. ഇത് ഭയങ്കര വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഫോർഹെഡിൽ റിങ്കിൾസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഫോട്ടോയിൽ അവൾക്ക് റിങ്കിൾസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്കിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഐസിൻ്റെ അടിയിലുള്ള റിങ്കിൾസ്, കുറച്ച് ചുടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ടും പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഓവറായിട്ട് ആക്കിയത് തന്നെ കണ്ടില്ലേ, ഒരു നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 20-30 പിടിച്ചു നോക്കാം. ഓക്കെ, ഞാനതിൽ ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ചില ആൾക്കാർ സ്മൈൽ ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും. പിന്നെ കൂടുതൽ ഞാൻ ചെയ്യാറുള്ള ബോഡി ബ്ലെമിഷസ് ആണ്. അത് ഒരു 100 തന്നെ കൊടുക്കാം. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ബോഡിയിലുള്ള ബ്ലെമിഷസ് ഒക്കെ ഇങ്ങനെ റിമൂവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ. പിന്നെ നമുക്ക് എന്താ പറയുക, നെക്ക് റിങ്കിൾസ്, നെക്കിൽ കുറേ ലൈനൊക്കെ കാണുന്നുണ്ട്, നമുക്ക് അതും കളയാം. കണ്ടില്ലേ, അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുടെ ബോഡിയിൽ വല്ല ടാറ്റൂസ് വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ ടാറ്റൂസൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ടാറ്റൂസ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ റീടച്ചിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഡോട്ട് ജംബേൺ ചെയ്യാം. ഡോട്ട് ജംബേൺ ഒരു 25 കൊടുക്കാം. ബിഫോർ ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കാണാമല്ലോ. പിന്നെ ചെറുതായിട്ട് ഇതും ഒരു 25 കൊടുത്ത് നോക്കാം. പിന്നെ നമുക്ക് സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കി നോക്കാം. അതിനായിട്ട് സ്മൂത്തനിങ് എത്ര കൊടുത്താൽ മതി. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മെഴുകു പ്രതിമ പോലത്തെ ഒരു ഇതായിട്ടാണ് വരാം. അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ഫോട്ടോഷൂട്ട് ക്യാമ്പയിനുകളിൽ അവർ ക്ലയന്റ് നമ്മുടെ അടുത്ത് പറയും ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിരിക്കണമെന്ന്. പക്ഷെ ഇവിടെ ഞാനത് കൊടുക്കണില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്രീക്വൻസി സെപ്പറേഷൻ ആണ്. അതും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബിഫോർ, ഇത് ആഫ്റ്റർ. കണ്ടില്ലേ, വളരെ സീംലെസ് ആയിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഇവോട്ടോ AI നമുക്ക് തരുന്നുണ്ട്. പിന്നെ സ്കിന്നിനെ ഒരല്പം നമുക്കൊന്ന് സോഫ്റ്റൻ ചെയ്യാം. അതിൻ്റെ ഫുൾ എഫക്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് സോഫ്റ്റൻ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്. പക്ഷെ ഇത്രയും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 20-30 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ഒരു 10 കൊടുത്താലും മതി. ഇത് ഓൾറെഡി ഒരു ബ്യൂട്ടി ഫോട്ടോഷൂട്ട് ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങിന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ബോഡിയിലും ഈ സെയിം പരിപാടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുത്താൽ മതി. മൊത്തത്തിൽ നമുക്കൊന്നൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഞാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അല്ല ഞാൻ ചെയ്യാറുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ടും കിട്ടാറുണ്ട്. ഇനി അടുത്ത് നമുക്ക് മുഖത്തൊക്കെ ഒരു തിളക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡ്യൂവി നിൽക്കാൻ മതി. അപ്പോൾ കണ്ടില്ലേ, ഒരു തിളക്കം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അധികം കൊടുക്കാറില്ല. ഞാനൊരു ജസ്റ്റ് ഒരു 10 മതിയായിരിക്കും. കണ്ടില്ലേ, നമുക്കിനി ഫോട്ടോൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ കൂട്ടാം.
പക്ഷെ അത്രയധികം ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്കിൻ റീടച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ പോയി എന്ന് പറഞ്ഞിട്ട് പലരും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടെക്സ്ചറിൻ്റെ അവിടെ ഒരു 20 കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഫോട്ടോൻ്റെ ഒരുവിധം എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ബോഡി കോംപ്ലക്ഷൻ, ഇവിടെ ഇപ്പോൾ കുറച്ച് ഒരു കളർ, ഇവിടെ വേറെ കളറുണ്ടോ, ആ കോംപ്ലക്ഷൻ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ സെയിം കളർ കിട്ടും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം 100% കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുക്കാറില്ല. അപ്പം ഞാൻ ഇത്രയാണ് കൊടുക്കാറുള്ളത്, കണ്ടില്ലേ. പിന്നെ നമുക്ക് സ്കിൻ ടോണൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇവിടെ പറ്റുന്നതാണ്. അതിനായിട്ട് നമുക്ക് സ്കിൻ ടോൺ എടുത്താൽ മതി, കണ്ടില്ലേ. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത് അധികം തൊടുന്നില്ല, എനിക്ക് ഓൾറെഡി ഫോട്ടോഷൂട്ടിൽ നിന്ന് തന്നെ എനിക്ക് മാക്സിമം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്കിൻ ടോണൊക്കെ കിട്ടാൻ നോക്കിയാൽ നമ്മുടെ പകുതി വർക്ക് കഴിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് ഇനി വെളുപ്പിക്കണേ, അതായത് പിടിച്ചങ്ങടെ ആക്കിയാൽ മതി, ഇത്ര വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചതാ. പിന്നെ ഈ സ്കിൻ ടോണുകളിൽ പല പ്രീസെറ്റുകളുണ്ട്, നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ഇത് കണ്ടില്ലേ, വെള്ളക്കാരൻ്റെ പോലെ ആയിട്ടുണ്ട്. നമുക്കിനി വേണേൽ ബ്രൗൺ സ്കിൻ ആക്കാൻ പറ്റും, എന്തൊക്കെ ആക്കാൻ വേണേൽ ആക്കാം. ഇതിപ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ എമൗണ്ട് ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ അത്ര ഓവറായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാനിവിടെ സ്കിൻ ടോൺ ഞാൻ തൊടുന്നില്ല. പിന്നെ നമുക്കിനി ഫേഷ്യൽ എങ്ങനെ വേണേൽ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇപ്പം ഞാനവിടെ കാണിച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഫേസ് ചിൻ അപ്പ് ചെയ്ത പോലെയുണ്ട്. ഇതിപ്പോൾ ചിൻ ഡൗൺ, ചിൻ അപ്പ്, ചിൻ ഡൗൺ. അതൊന്നും ഞാനൊന്നും ചെയ്യണില്ല, എനിക്ക് എൻ്റെ മോഡൽ പക്കയായിട്ട് തന്നെ എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കുക, ഭയങ്കര വൃത്തിയായിട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇതേ ഇവിടെ ഈ റീസെറ്റ് അമർത്തി കഴിഞ്ഞാൽ അത് റീസെറ്റായിട്ട് കിട്ടും. അപ്പോൾ ലെഫ്റ്റിക്ക് അങ്ങനെ ആക്കാം, റൈറ്റിക്ക് അങ്ങനെ ആക്കാം. മോഡൽ തന്നെ തെറി വിളിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഫേസിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് കുറയ്ക്കാൻ, കണ്ടില്ലേ, ഫേസിൻ്റെ ഷേപ്പ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഞാനതൊന്നും ചെയ്യണില്ല. ടെമ്പിൾ കണ്ടില്ലേ, ടെമ്പിൾ നമുക്ക് വലുതാക്കാൻ ചെറുതാക്കാനൊക്കെ പറ്റും. ഇത് കൂടുതലും ഫൈനായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഉപകാരം വരാം. ചില ക്ലയൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും ചീക്ക് ബോണൊക്കെ കുറയ്ക്കാനും കൂട്ടാനും വലുതാക്കാനും ഒക്കെ പറയും. പിന്നെ ഞാൻ ചെയ്യാറുള്ളത്, ഞാനിവിടെ ജോലൈൻ ഞാൻ മിക്ക ഫോട്ടോയിൽ ഞാൻ ചെറുതായിട്ടൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കാറുണ്ട്, കണ്ടില്ലേ. ഫേസിൻ്റെ ഷേപ്പ് ചില ആൾക്കാർ ചെറുതാക്കാൻ പറയാറുണ്ട്, ഇതിൽ ഞാനൊന്നും ചെയ്യണില്ല. പിന്നെ വി ഷേപ്പ് നമുക്ക് നോക്കാം. മിക്ക ആൾക്കാർക്കും ഭയങ്കര വി ഷേപ്പ് ആയിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരല്പം ഇങ്ങനെ ആക്കും, കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. പിന്നെ ജോൻ്റെ ലെങ്ത്ത് കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം, എന്ത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഫേസിൻ്റെ വിടുത്ത് കൂട്ടണോ കൂട്ടാം, കുറയ്ക്കണോ കുറയ്ക്കാം, ഫോർ ഹെഡിന് കൂട്ടണോ കുറയ്ക്കണോ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഫോട്ടോ നന്നാക്കാനും വൃത്തികേടാക്കാനും നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി സിമ്പിളായിട്ട് പറ്റും. പിന്നെ ചിഹ്ന വലുതാക്കാൻ, ചിഹ്ന കുറയ്ക്കാൻ, എന്ത് വേണേൽ ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, സിമ്മറ്റൈസ് എന്ന് പറഞ്ഞത്, അത് നമുക്ക് നോക്കാം, കണ്ടില്ലേ. അപ്പോൾ അത് ചെറുതായിട്ട് ചെരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ആക്കുന്നതായിരിക്കും. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് അതിനൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. നമുക്ക് വേണമെങ്കിൽ അവരുടെ സ്മൈല് വേണമെങ്കിൽ കുറയ്ക്കാം. ചില ആൾക്കാർ ചിരിക്കുമ്പോൾ അവരുടെ ഗമ്മ് കാണും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ മോഡലിന് അതില്ലാത്തതുകൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റില്ല, ബട്ട് ഞാനത് ഇവിടെ യൂസ് ചെയ്യില്ല. പിന്നെ നമുക്ക് സ്മൈൽ വേണമെങ്കിൽ ഇത്തിരി കൂട്ടാം, കുറയ്ക്കാം, ജോക്കറിൻ്റെ പോലെ ചിരിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിൽ പുതിയതായിട്ട് വന്നിട്ടൊരു ഓപ്ഷനാണ് സ്മൈൽ ജനറേഷൻ. നമുക്കത് എന്താ ചെയ്യാൻ നോക്കാം, കണ്ടില്ലേ, സ്മൈലിനെ എൻഹാൻസ് ചെയ്ത് തരും. ഇപ്പോൾ പവർ 5 ആണ് കിടക്കുന്നത്, നമുക്ക് 4 നോക്കാം, 3 നോക്കാം. അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യണില്ല, ഞാൻ ഉള്ള സ്മൈൽ തന്നെ മതി എന്നാണ് എൻ്റെ തീരുമാനം. ടീത്തിലുള്ള ഫ്ലോസ് എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ടീത്ത് ഒരു ഡെൻ്റൽ ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത പോലെയില്ലേ. ടീത്തിൻ്റെ ചെറുതായിട്ട് ഈ എഡ്ജിലൊക്കെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് ടീത്ത് വൈറ്റനിങ് ചെയ്യാറോ, കണ്ടില്ലേ, കോൾഗേറ്റിൻ്റെ പരസ്യം പോലെയല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ ടീത്ത് വൈറ്റനിങ് ഞാൻ ഒരല്പം ചെയ്യണമല്ലോ. പിന്നെ അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ടീത്തിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് മാറ്റണോ, ഇത് എവിടെ മാറ്റാലോ, കണ്ടില്ലേ. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല, നമുക്ക് അതിന് മാത്രം മതി. ഇനി ടീത്ത് ഭയങ്കര പ്രെറ്റി ടീത്ത് ആക്കണം, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കണ്ടില്ലേ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർട്രേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണുകളാണ്. കണ്ണുകളിലൊരു തിളക്കം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ഐസിൽ കുറച്ച് ബ്രൈറ്റ്നസ് നമുക്ക് ആഡ് ചെയ്യാം. ഐറിസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻഹാൻസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഞാൻ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസിൻ്റെ വൈറ്റ് അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഞാനൊരു 10 ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഐസിലുള്ള റിഫ്ലക്ഷൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ പറ്റും, അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐറിസിലൊരു ഫ്ലെയർ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ചെറുതായിട്ടത് കാണാൻ പറ്റുള്ളൂ കേട്ടോ.
കണ്ടില്ലേ? അത് ഞാൻ ഒരു 20 കൊടുക്കണുള്ളൂ. കണ്ണുകളിൽ നമുക്ക് റെഡ് വെയിൻ ഉണ്ടാവില്ലേ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്താൽ മതി. കണ്ടില്ലേ, വെയിനൊക്കെ പോയിട്ടുണ്ട്. ഐസിൽ ക്യാഷ് ലൈറ്റ് ആഡ് ചെയ്യാം. കണ്ടില്ലേ, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഒന്നും ചെയ്യണില്ല. പിന്നെ നമുക്ക് മേക്കപ്പ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് മേക്കപ്പ് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരല്പം ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിടാം. കണ്ടില്ലേ, ഹൈലൈറ്റ്സിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കോൺട്രിങ്ങും ചെയ്യാം. കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഐബ്രോ ഒരല്പം മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് 100 കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എഫക്റ്റ് കാണാൻ പറ്റും. കണ്ടില്ലേ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നോക്കാം. എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഐസിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരല്പം സാറ്റുറേഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതായിരിക്കും ഇതിന് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഡൈമെൻഷനാലിറ്റി ഒരല്പം കൊടുക്കാം. അപ്പോൾ ഒരല്പം കൂടി സ്പ്രെഡായ പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത്ര ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ ഈ ഫോട്ടോയെ വഴി പറ്റും. നമുക്കപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത് അലമുണ്ടാക്കാൻ വരില്ലേ. പിന്നെ നമുക്ക് ലിപ്പ് മേക്കപ്പ് ചെയ്യാം. ഒരല്പം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിപ്പിലുണ്ടാകുന്ന കളർ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. നാച്ചുറലായിട്ട് തന്നെയാണ് അവർ പിടിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല. അത് 100% കൊടുത്താലൊക്കെയാണ് അറിയുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാറ്റുറേഷൻ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. ഞാനൊരല്പം ഒരു 5 കൊടുക്കണുള്ളൂ. ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം. ഞാനെപ്പോഴും ബ്രൈറ്റ്നസ് കുറയ്ക്കാറാണ് പതിവ്. പിന്നെ ഡൈമെൻഷനാലിറ്റി ഒരല്പം ഒരു 10 കൊടുക്കും. നെക്സ്റ്റ് വണ്ണാണ് മേക്കപ്പ് സ്യൂട്ട്. ഇതിൽ തന്നെ ഒരുപാട് സെറ്റുകളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ചിലതൊക്കെ ആളെ ചേരുന്നുണ്ട്, ചിലത് നമുക്ക് ചേരില്ല. നമ്മൾ ഇന്ത്യക്കാരുടെ സ്കിന്നിന് പറ്റിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലതല്ല. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു ബോയ് ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റ്സ് ഉണ്ട്. ന്യൂ ബോൺസിനൊക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ചെയ്താലുള്ളൂ. ഞാനിവിടെ ഒന്നും ചെയ്യണില്ല. നമുക്കിനി ഐബ്രോസിനെ നോക്കാം. നമുക്കിവിടെ ഐബ്രോസ് നല്ല ഷേപ്പ് വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഐബ്രോസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാനൊന്നും ചെയ്യില്ല. ഐ ഷാഡോ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിതിൽ യൂസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഐ തിങ്ക് ഐ വിൽ ചൂസ് ദിസ് വൺ. നമുക്കിനി ഐലാഷസ് നോക്കാം. ഐലാഷസ് ഇതിലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, എന്ത് നാച്ചുറലായിട്ട് ഐലാഷ് വന്നിരിക്കുന്നു. നോക്കിയേ, ഞാനിത് യൂസ് ചെയ്യും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെന്ന് കമൻറ്റിൽ പറയണേ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഹെയർ ഫ്ലൈവേഴ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, കുറച്ച് ഹെയർ ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ച് ഹെയർ ഇവിടെയൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ഉള്ളുറവൊക്കെ തോന്നുന്നുണ്ട്. അതങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ എടുത്ത കാരണമാണ് ഇവിടെ ഉള്ളുറവ് തോന്നുന്നത്. നമുക്കതൊക്കെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഹെയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെയർ പാർട്ട് ലൈൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഉള്ളു കുറഞ്ഞതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഓവറായിട്ട് കൊടുക്കില്ല, ഞാനൊരു അല്പം കൊടുക്കണുള്ളൂ. ഇതിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ ടോപ്പ് ഹെയറിലെ വോളിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെയറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അവിടെ ഞാനൊന്നും ചെയ്യില്ല. നമുക്ക് അതേപോലെ തന്നെ സൈഡ് വോളിയമും കൂട്ടാൻ പറ്റും. ഹെയർ ലൈൻ നമുക്ക് ആ മുകളിലേക്കും അടിക്ക് ഇറക്കാനൊക്കെ പറ്റും. അതൊന്നും ചെയ്യണില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈവേസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് സ്ട്രേ ഹെയർ റിമൂവൽ ഒന്ന് ഡ്രാഗ് ചെയ്യുക. 100%. കണ്ടില്ലേ, സിമ്പിളായിട്ട് അതൊക്കെ പോയിട്ടുണ്ട്. അധികം വൃത്തികേടാവേണ്ട തന്നെ പോയിട്ടുണ്ട്. ഫിഗറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഹെയർസ് അവിടെ നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം. കണ്ടില്ലേ, അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ അതും കളയാണ്. 100% എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലൈക്ക് ഞാൻ ഇവിടെ എനിക്ക് അധികം വൃത്തികേടും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 100% കൊടുക്കുകയാണ്. നമുക്കിനി ഹെയർ സ്മൂത്ത് ചെയ്യാൻ നോക്കാം. ഹെയർ ഭയങ്കര സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അത്രയും സ്മൂത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ഒരു കൊമേഴ്ഷ്യലോ നല്ലല്ലോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫിൽ പിടിച്ച് നോക്കാം, ഒരു 30 പിടിച്ച് നോക്കാം, അല്പം കൂടി ഒരു 50 നോക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഹെയറിലൊരു ഷൈൻ കൊടുത്ത് നോക്കാം. ഇങ്ങനെ നോക്കാം. ഉണ്ടല്ലേ, ഷൈൻ അടിപൊളിയല്ലേ. ഞാൻ ബട്ട് 50-30 ഒക്കെ കൊടുക്കണുള്ളൂ. ആ ഷൈൻ അധികം വേണ്ട. ഇപ്പോൾ നമ്മുടെ മോഡലിന് വല്ല ഗ്രേ ഹെയറോ അല്ലെങ്കിൽ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് 100% ആക്കിയാൽ മതി. ഇവിടെ ഒന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി ഹെയർ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബട്ട് ഇത് എനിക്ക് അത്ര നല്ല റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഫുൾ ബോഡി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫുൾ ബോഡി റീഷേപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ ഉള്ളത് നമുക്ക് ഈ ഫോട്ടോയിൽ ചെയ്യാം. ഞാൻ ബാക്കി കാര്യങ്ങൾ വേറെ ഫോട്ടോയിൽ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇനി നമുക്ക് ഇതൊന്നൊരു റീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അതിൻ്റെ പേരും കൊടുക്കാം. ഞാൻ ഇതിനിപ്പോൾ ആളുടെ പേരാണ് കൊടുക്കുന്നത്, അഖിലാണ്.
പ്രീസെറ്റ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫോട്ടോയിൽ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ഒന്നും ആദ്യം തൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് പ്രീസെറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത എല്ലാ എഡിറ്റും ഇതിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അടിപൊളി റിസൾട്ട് ഒരു ക്ലിക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫോട്ടോസ് എങ്ങനെ ഒരുമിച്ച് ബാച്ച് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ബാക്കി ഫോട്ടോസ് സെലക്ട് ചെയ്യുക, Ctrl A കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് സിങ്ക് ക്ലിക്ക് ചെയ്യുക. അത്രയുള്ള പരിപാടി. അപ്പോൾ ബാക്കി ഫോട്ടോസ് സിങ്ക് ആവണം നമുക്ക് കാണാൻ പറ്റും. ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് അത് സിങ്ക് ആയിക്കോളും, കണ്ടില്ലേ? എത്ര നിമിഷം നേരം കൊണ്ടാണ് ഈ എഡിറ്റിങ് കഴിഞ്ഞാൽ നോക്കിയാൽ. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കുറേ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന എത്ര ടൈം പോണ ഒരു പരിപാടിയായിരുന്നു. ആ ഒരു ടൈം കൺസ്യൂമിങ് ആണ് ഇവിടെ ഇല്ലാണ്ടായത്. താങ്ക്സ് ടു Ivoto AI നമുക്കിതൊക്കെ സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? നേരത്തെ ചെയ്ത ആ സെയിം എഡിറ്റിംഗ് ആണ് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി പിടിച്ചു പോകാനും പറ്റും. ഈ ഷൂട്ടിലെ ബാക്കി ഫോട്ടോസൊക്കെ നോക്കാം. ബിഫോർ ആഫ്റ്റർ. എഡിറ്റിങ്ങിൻ്റെ കണ്ടിന്യൂറ്റിയും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ കാണാൻ നമുക്ക് വേറെ ഫോട്ടോസ് എടുക്കാം. Ivoto AI വഴി ബോഡി റീഷേപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഫുൾ ബോഡി റീഷേപ്പ് എന്നുള്ള ഈ ബാറിലേക്കാണ്. അതിൽ നമുക്ക് AI റീഷേപ്പ് എങ്ങനെ മാറ്റങ്ങൾ വരുത്തുമെന്ന് നോക്കാം. കണ്ടില്ല, ഒരാളെ ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് ഈ ടൂൾ വഴി പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ബോഡി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മോഡലിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഈ ഹൈറ്റ് എന്നുള്ള ഇവിടെ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ഹൈറ്റ് കൂട്ടാനും പറ്റും. നെക്സ്റ്റ് വൺ ഹെഡ് ആണ്. നമുക്ക് ഹെഡിന്റെ സൈസ് ഇതുവഴി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് വേസ്റ്റ് ആണ്. വേസ്റ്റിന്റെ ഭാഗം ഞാൻ എപ്പോഴും ഷേപ്പ് ആക്കാൻ നോക്കാറുണ്ട്. അത് എല്ലാ ക്ലയൻസിനും ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. കണ്ടില്ലേ, ഭയങ്കര സീംലെസ് ആയി തന്നെ എഡിറ്റ് ചെയ്തതെന്ന് തോന്നാത്ത രീതിയിലാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഞാൻ സ്കിൻ റീടച്ചിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഡിറ്റ് നമുക്ക് ബാക്കി ഫോട്ടോസിലേക്കും കോപ്പി ചെയ്യാം. അതിനായിട്ട് എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്യുക, പിന്നെ ജസ്റ്റ് സിങ്ക് എന്നുള്ള ഓപ്ഷൻ ആക്കിയാൽ മതി. ബാക്കി ഫോട്ടോസിലേക്ക് ആഡ് ആയിക്കോളും. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ സെയിം എഡിറ്റിംഗ് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഫോട്ടോയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോട്ടോ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കണ്ടില്ലേ, പിന്നെ ഇവിടെ കുറേ ചെടിയും. ഇത് സാധാരണ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റി കുറേ ടൈം പോണ ഒരു പരിപാടിയാണ്. ഇവിടെ നമുക്കൊരു 2-3 ക്ലിക്കുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ടാബിലേക്ക് പോകാം. ഈ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാം ആദ്യം. അതിനായിട്ട് ഡിസ്ട്രാക്ഷൻ റിമൂവൽ ക്ലിക്ക് ചെയ്യാം. സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് ക്ലീൻ ബാക്ക് ഡ്രോപ്പ് കൊടുക്കാം. റിസൾട്ട് കണ്ടില്ലേ, കളറിന്റെ ബാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാണ്ട് നമുക്കത് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാൻ കുറയും. ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു കളറിന്റെ ഒരു ആക്യുറസി ഇല്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂണിഫൈ ലൈറ്റിംഗ് കൊടുക്കാം. അത് ആദ്യം ക്ലിക്ക് ചെയ്യുക. 100% നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കൊടുക്കാൻ പാടില്ല, ഒരല്പം നമുക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ലൂമിനൻസ് ഒരല്പം കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മുന്നത്തെ ആ സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഈ സൈഡിലൊക്കെ കളറിന്റെ ഒരു ബാൻഡിങ് ഒക്കെ ഉണ്ട്, നമുക്കത് കളയാം. അതിനായിട്ട് കളർ ബാൻഡിങ് റിമൂവൽ നോക്കാം. കണ്ടില്ലേ, അത് പോയിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ത് ക്വിക്കായിട്ടാണ് ഈ റിസൾട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസ്മെന്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചൊരു മാറ്റം വന്നിട്ടില്ല. ബാക്ക് ഡ്രോപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ബാക്ക് ഡ്രോപ്പ് ചേഞ്ചറിലേക്ക് പോകാം. നമുക്കിതിപ്പോൾ ഒരു PNG ആക്കണമെങ്കിൽ അതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് അതിൻ്റെ ഷാഡോ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് റിട്ടേൺ ഷാഡോസ് കൊടുത്താൽ മതി. ആ ഷാഡോ അടക്കം നമുക്കത് PNG ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വൈറ്റ് ബാക്ക് ഡ്രോപ്പ് കൊടുക്കാം, ഗ്രേ കൊടുക്കാം. അത് അത്ര നല്ലൊരു റിസൾട്ടായിട്ട് തോന്നുന്നില്ല, എന്നാലും ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് സമയം പോകുന്ന ഒരു പരിപാടിയാണ്. അത് നമുക്ക് കുറച്ച് ക്ലിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓ വാവ്, എനിക്ക് ഈ റിസൾട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രീൻ കൊള്ളാം, കോംപ്ലിമെൻ്റ് ആവുന്നുണ്ട് ആ കളേഴ്സായിട്ട്. തൽക്കാലം ഞാൻ അത് റീസെറ്റ് ചെയ്യാണ്. അടുത്തായിട്ട് ഈ ഔട്ട്ഫിറ്റിൽ കുറേ ചുളിവും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് ആ ചുളിവ് ഒന്ന് മാറ്റാൻ പറ്റും. അതിനായിട്ട് ക്ലോത്ത്സ് ആൻഡ് ആക്സസറീസ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. പിന്നെ നമുക്ക് ഡീറിങ്കിൾ ക്ലോത്തിങ് ഡ്രാഗ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ക്ലോത്തിന്റെ എഡ്ജ് സ്മൂത്ത് ആക്കാം. കണ്ടില്ലേ, എഡ്ജിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
അടുത്തായിട്ട് നമുക്ക് ഈ വോട്ടോ AI വഴി കളർ ഗ്രേഡിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് കളർ അഡ്ജസ്റ്റ്മെന്റ് പാനലിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഹിസ്റ്റോഗ്രാം കാണാൻ പറ്റും. പിന്നെ ഫിൽറ്റേഴ്സുകൾ ഇവിടെ കാണാം. ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം ലൈറ്റ് റൂമിനോട് സാമ്യമുള്ള രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. കർവ് അഡ്ജസ്റ്റ്മെന്റും ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടൂൾ HSL ഇവിടെയുണ്ട്. നമുക്ക് ഹ്യൂ, സാറ്റുറേഷൻ, ലൂമിനൻസ് ഒക്കെ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡീറ്റെയിലിൽ ഷാർപ്പൻ, നോയ്സ് റിഡക്ഷൻ, കളർ നോയ്സ് റിഡക്ഷൻ എല്ലാം ഉണ്ട്. ഗ്രെയിൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ലെൻസ് കറക്ഷൻസ് ഇവിടെ നമുക്ക് ചെയ്യാം. പിന്നെ കളർ കാലിബ്രേഷൻ, ഓൾമോസ്റ്റ് ലൈറ്റ് റൂമിന്റെ പാനലിനോട് സാദൃശ്യം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഫിൽറ്റേഴ്സ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിൽറ്റർ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സിനിമാറ്റിക് ഫിൽറ്റേഴ്സ് നോക്കാം. ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പവർ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് AI കളർ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. ഇതിലുള്ള കളർ ലുക്കുകൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തന്നെയുണ്ട്. പിന്നുള്ളൊരു ഓപ്ഷനാണ് കളർ മാച്ചപ്പ്. അപ്പോൾ റെഫറൻസ് ആയിട്ടുള്ള ഫോട്ടോസുകൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ കാണുന്ന ആ സെയിം കളർ പാറ്റേൺ തന്നെ ഇതിലേക്ക് സിമ്പിളായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കളർ മാച്ചപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. സീംലെസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് വരില്ല. നമ്മൾ തന്നെ കുറച്ച് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. എന്നാലും ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതുവഴി മാസ്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു എൻ്റെ പേഴ്സണെ മാത്രം നമുക്ക് മാസ്ക് ചെയ്യാം. ആളുടെ സ്കിന്ന് മാത്രം നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതെങ്ങനെ നോക്കാം. സ്കിന്ന് മാത്രം ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നിൻ്റെ മാത്രം എക്സ്പോഷർ നമുക്ക് കൂട്ടാം. കണ്ടില്ലേ, സ്കിന്നിന് മാത്രം ഒരു പോപ്പ് കൊടുക്കാൻ ഇത് നന്നായിരിക്കും. കണ്ടില്ലേ, ഫോട്ടോസ് എല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഈ ഫോട്ടോയിലുള്ളത് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഉള്ളത്. ഒരു ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യാൻ ഒരു ക്രെഡിറ്റ് എന്ന രീതിയിലാണ്. നമ്മുടെ കയ്യിൽ 13 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ 13 എണ്ണം എക്സ്പോർട്ട് ചെയ്യാൻ 13 ക്രെഡിറ്റ് ആണ് വേണ്ടത്. നമുക്ക് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് നമ്മുടെ ഫയൽ നെയിം ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇമേജ് സൈസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇമേജിന്റെ ഫോർമാറ്റ് ഏതാണ് വേണ്ടത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. JPEG ആക്കാം, ടിഫ് ചെയ്യാം, ടിഫ് 16 ബിറ്റ് ആക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ വാട്ടർമാർക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്കൊരു എക്സ്ട്രാ ഷാർപ്നെസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോ AI വഴി നിങ്ങളുടെ വിലയേറിയ സമയം എങ്ങനെ ലാഭിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ സോഫ്റ്റ്വെയർ സൗജന്യമായി ട്രൈ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 ഫ്രീ ക്രെഡിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫോട്ടോ AI പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും.